അച്ചമ്മയും പൊന്നുമക്കളും എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും, ഞാൻ വെളിച്ചെണ്ണ നോക്കിയിട്ടാണ് അങ്ങനെ നോക്കുന്നത് കേട്ടോ. അച്ചമ്മയും പൊന്നുമക്കളും എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഓണത്തിൻ്റെ ഒരു സ്പെഷ്യലാണ് കാണിക്കുന്നത്. ഇഞ്ചമ്പുളി ഉണ്ടാക്കി കാണിക്കുക കേട്ടാ. പുളിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചമ്പുളി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടാ. അപ്പം ഇങ്ങോട്ട് വന്നേ, തുടക്കം തന്നെ. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇഞ്ചമ്പുളി, ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളിഞ്ചി അങ്ങനെയൊക്കെ പറയും. അപ്പം ഇഞ്ചിപ്പുളി ഉണ്ടാക്കണം കേട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ചു, മുളക് പൊട്ടിച്ചിടാട്ടാ. അപ്പം അങ്ങനെ നമ്മൾ ഓരോന്ന് കാണിക്കാൻ വെച്ചിട്ടാ. എല്ലാം കൂടി ഒരുമിച്ചൊന്നും കാണിച്ച് ഇതാവില്ല. ഞാൻ പുളി കാലത്ത് വെള്ളത്തിലിട്ടുണ്ടായതാട്ടാ, അത് കുതിർത്തി വെച്ചിട്ടുണ്ട്. കടുകിട്ടു, മുളകിട്ടു, കടുകിട്ടു, ഇതൊക്കെ നല്ല മത്തങ്ങ മുളക് എരിവാണ് കേട്ടാ. അപ്പൊ ഇതിൽ വേറെ ചോന്ന മുളക് പൊടിയൊന്നും ഇല്ല. പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, അപ്പൊ അതിനിട്ടിട്ടേ ചുമ അങ്ങോട്ട് മാറിയിട്ടില്ലാന്നേ വേപ്പില ഇട്ടു കേട്ടാ. നല്ല എരിവണ മുളകാ. അപ്പൊ നല്ല മത്തങ്ങ മുളകും പിന്നെ ഇഞ്ചി ഉണക്കമുളക് പൊട്ടിച്ചിട്ടും കടുക് ഇട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കാണിച്ചിട്ടാ. ഇതേ കുറച്ച് മഞ്ഞപ്പൊടി, കായം പൊടിയാണ് കേട്ടാ. ഒരു തൈര് വേണ്ടോ മണത്തിന്. ഇതൊക്കെ മൊരിഞ്ഞു. വെള്ളത്തിന്റെ കുത്താട്ടാ. ഇനി അരിച്ച് ഒഴിച്ചു കേട്ടാ.
വെച്ചൊഴിച്ചു കൂട്ടാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പുളി ശരിക്കും പുളിക്കാണ് വേവ്. സാധാരണ എല്ലാ കറികളേക്കാണ് കൂടുതൽ വേവണത് പുളിയാണ്. അത് പുളിഞ്ചിക്ക് പുളിക്ക് വേവ് കൂടല. പുളിഞ്ചി ഉണ്ടാക്കുമ്പോ വെന്ത് റെഡിയാ. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു സദ്യയായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ വെപ്പുകാർ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വേവിക്കുക അവര് പുളിഞ്ചീര കൂട്ടാം. കാരണം അതാണ് നല്ല വേവുള്ള ഒരു കറി. ചുമ വന്നിട്ട് ചെത്തിരുന്നായിരുന്നു നോക്കി. അപ്പൊ പുളി അവിടെ കിടന്ന് വേവട്ടെ, വെന്ത് വറ്റട്ടെ. അപ്പോഴേക്കും ഞാൻ കുറച്ച് ശർക്കര കൊടുക്കട്ടെ കേട്ടോ. വേവട്ടെ കേട്ടോ പുളി. വെള്ളമൊക്കെ വറ്റി കുറുതായി വറ്റാപ്പോഴേക്കും ഞാൻ ഇത്തിരി ശർക്കര എടുത്ത് ശർക്കര പൊടിയാണ് കേട്ടോ. അതൊന്നും ഉരുക്കട്ടെ. കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ. എല്ലാ ചേരുവകളായി ഉപ്പടക്കം ഇട്ട് ഇത് വെള്ളം വറ്റി വരിക വേണ്ടു കേട്ടോ. ശർക്കര അത് ഉരുക്കി വെച്ചെടുക്കും. നമ്മുടെ പുളിഞ്ചീര കലാട്ടാ കലത്തിലാക്കാൻ പോകുന്നു. വെയിലുള്ളൊരു ദിവസമാണ്. പുളിഞ്ചി ശരിക്കും പറഞ്ഞാൽ വെള്ളം വറ്റി കുറുകി വരാനായിട്ട് നേരം കുറേ പിടിക്കും കേട്ടോ. നല്ലോണം നേരം വേണം പുളിഞ്ചിക്ക്. അങ്ങനെയാണത്. വെന്ത് ശർക്കരയൊക്കെ കൂട്ടി റെഡിയാക്കി നല്ല കുറുതായി വരണം. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യല് പായസം കഴിഞ്ഞു. ഇത് പുളിഞ്ചിയാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് കനി. ഇനി ഒരു പായസം കൂടി ഉണ്ടാക്കും. അപ്പോഴേ ശർക്കര നീര് ഒഴിക്കാൻ പോവാട്ടാ. ശർക്കര നീര് ഒഴിച്ചാൽ ഇത്തിരി വെള്ളം കൂടും. അപ്പം നല്ലോണം വറ്റി അല്ല ഒന്നുമില്ല കണ്ട. ഇത് കുറുകട്ടെ കേട്ടാ. എന്താപ്പോ കട്ടായേ?
നല്ലോണം കുറുകി വരണല്ലോ കേട്ടാ. ആവണല്ലോ. ഇനി നമ്മളത് മൺകലത്തിൽ ഒഴിച്ച് വെക്കുമ്പോൾ നല്ലോണം കുറുകി കോരി ഒഴിക്കാവുന്ന തരത്തിൽ ഇടാവുന്ന തരത്തിലാവും. അപ്പളേ ഇഞ്ചമ്പുളി വെള്ളം കുറുകി വന്നു തുടങ്ങിയില്ല. അപ്പം ഞാൻ മൺകലത്തിൽ പറത്താൻ പോവാട്ടാ. മൺകലത്തിൽ പകർത്തിയാലേ വെള്ളം നല്ലോണം വറ്റൂട്ടാ. നമ്മളിപ്പോൾ കാളനൊക്കെ കുറുക്കിയിട്ട് ഒഴിച്ച് വയ്ക്കില്ലേ, പകുതി മുക്കാലും വേവ് കഴിഞ്ഞു. ഇനി വെള്ളം ഒന്ന് ആവണം കേട്ടോ. അതാണ് മൺകലത്തിലാക്കിയത്. ഇതേപോലെയായി വരണം. നമ്മൾ സ്പൂൺ കൊണ്ട് കോരുമ്പോൾ ഇഞ്ചമ്പുളിയുടെ പണി കഴിയാണ് കേട്ടാ. ഒന്ന് വെള്ളം ഇതായി വന്ന എന്താ നമ്മുടെ പുളിഞ്ചി റെഡി ആയിട്ടാ. അതെന്താ അപ്പൊ അതാരൊക്കെ എടുത്തിയേ? എന്താ പുളിഞ്ചി റെഡി ആയിട്ടാ. നമ്മൾ ഇങ്ങോട്ട് നീക്കി കാണിക്കേ, കണ്ണുണ്ടോ? പുളിഞ്ചി റെഡി ആയിട്ടാ. അപ്പൊ ഓണം സ്പെഷ്യല് പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഇന്നത്തെ പരിപാടിയുള്ളൂ. ടാറ്റാ. നാളെ വേറൊരു കൂട്ടം ഓണത്തിൻ്റെ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ.